യുദ്ധം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വരുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ചില സ്റ്റോക്സ് മുകളിലോട്ടേക്ക് പോകുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? വാർ ന്യൂസ് വരുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ ഒരു സെക്ടർ ഓൾമോസ്റ്റ് ഓൾവേസ് സ്പോട്ട്ലൈറ്റിൽ വരും. അതാണ് ഡിഫൻസ് സെക്ടർ. റീസൺ വളരെ സിമ്പിളാണ്. യുദ്ധം വരുന്ന സമയത്ത് രാജ്യങ്ങൾ ഡിഫൻസ് സ്പെൻഡിങ് കൂട്ടും. അപ്പോൾ ഈ ഡിഫൻസ് സെക്ടറിലുള്ള എല്ലാ സ്റ്റോക്സും മുകളിലോട്ടേക്ക് പോകുമോ? ഇല്ല. യൂഷ്വലി ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്സ് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനോട് പലരും പറയാറ് HAL വാങ്ങൂ, ബെല്ല് വാങ്ങൂ, മസഗോൺ ഡോക്ക് വാങ്ങൂ എന്നൊക്കെയാണ്. ഇതൊക്കെ നല്ല കമ്പനീസ് തന്നെയാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് അറിയോ? ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ഡിഫൻസ് പ്രൊജക്ട്സിൽ, അതായത് മിസൈലില്, റഡാറില്, ഫൈറ്റർ ജെറ്റില് ഒരു സ്മോൾ പ്രൈവറ്റ് കമ്പനീൻ്റെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്പനി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് നോട്ടീസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആ കമ്പനീനെ ക്വയറ്റ്ലി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഏതാണ് ആ കമ്പനി? എന്തുകൊണ്ടാണ് ഡിഫൻസ് സെക്ടർ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത്? ആൻഡ് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ട് ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു? അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡിഫൻസ് സെക്ടർ, എന്താണ് ഡിഫൻസ് സ്റ്റോക്സ്, ഡിഫൻസ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, എങ്ങനെ നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യണം. പ്ലീസ് നോട്ട്, ദിസ് ഇസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ്. ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ പല കാര്യങ്ങളും നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിതൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് വെച്ച് തുടങ്ങാം. പെട്രോളിന് പൈസ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ പച്ചക്കറിക്ക് പൈസ കൂടുന്ന സമയത്ത് നിങ്ങളുടെ പോക്കറ്റിൽ അത് ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. എന്നാൽ ഗവൺമെൻറ് ആർമിക്ക് വേണ്ടിയിട്ട് വെപ്പൺസ് വാങ്ങുമ്പം അല്ലെങ്കിൽ മിസൈൽസ് വാങ്ങുമ്പോൾ, ഫൈറ്റർ ജെറ്റ്സ് വാങ്ങുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾ ആ ബിസിനസ്സിൻ്റെ ഒന്നും ഓണറല്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് വഴി നിങ്ങൾ ഡിഫൻസ് കമ്പനീസിൻ്റെ ഓണർ ആവുകയാണെങ്കിൽ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പോക്കറ്റും നിറയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം എന്താണ് ഡിഫൻസ് സെക്ടർ അല്ലെങ്കിൽ ഡിഫൻസ് സ്റ്റോക്സ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്. ഓക്കെ, ആ സെക്യൂരിറ്റി ചേട്ടൻ്റെ ജോലി എന്താ? നിങ്ങളെയും നിങ്ങളുടെ വീടിനെയും പ്രൊട്ടക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് അയാളുടെ അനുവാദം ഇല്ലാണ്ട് പുറത്തുനിന്ന് ഒരാളും അകത്തേക്ക് വരില്ല. ഇതുപോലെ രാജ്യത്തിനും ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്. രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ചേട്ടൻ എന്ന് പറയാൻ പറ്റില്ല, ചേട്ടന്മാർ. ആരൊക്കെയാണ് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ചേട്ടന്മാർ? ആർമി, നേവി, എയർഫോഴ്സ്. ഇവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ടീം. അപ്പം ഇവർ നമ്മളെ സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ കുറേ ആയുധങ്ങൾ വേണം. എന്തൊക്കെയാണ് ആ ആയുധങ്ങൾ? മിസൈൽസ്, റഡാർസ്, യുദ്ധവിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റ്സ്, സർവേലിയൻസ് സിസ്റ്റംസ്. ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും ഡിഫൻസ് കമ്പനീസാണ്. അപ്പോൾ ആ കമ്പനീസിൻ്റെ സ്റ്റോക്സിനെയാണ് ഡിഫൻസ് സ്റ്റോക്സ് എന്ന് പറയാം. ഈ ഒരു സെക്ടറിനെയാണ് ഡിഫൻസ് സെക്ടർ എന്ന് പറയാം. എന്താണ് ഡിഫൻസ്? എതിർക്കുക, അല്ലേ? ഒരാൾ നമ്മളെ ഫൈറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് എതിർക്കുന്നതാണ് ഡിഫൻസ്. അപ്പം ഇവരുടെ സ്റ്റോക്സ് വാങ്ങുമ്പോൾ ഇവർ പണം ഉണ്ടാക്കുന്ന സമയത്ത്, ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്കും ആ പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടും, നമ്മൾ അതിൻ്റെ സ്റ്റോക്സ് വാങ്ങിയാൽ. ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ ഡിഫൻസ് സെക്ടറിൽ വലിയ ചേഞ്ചസ് നടന്നു. ഗവൺമെൻറ് അനൗൺസ് ചെയ്തു ആത്മനിർഭർ ഭാരത് പോളിസി. അതിൻ്റെ മീനിങ് വളരെ സിമ്പിളാണ്. മുൻപ് നമ്മുടെ രാജ്യം ഇന്ത്യ അതിൻ്റെ വെപ്പൺസ് ഒക്കെ കൂടുതലും ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നു മാക്സിമം ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യണം. ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇന്ത്യയിലെ ഡിഫൻസ് കമ്പനീസിന് കൂടുതൽ ഓർഡർ വരും. ഇന്ത്യ ഓൾറെഡി വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ഡിഫൻസ് സ്പെൻഡേഴ്സിൽ ഒരാളാണ്. എവറി ഇയർ ബഡ്ജറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഡിഫൻസിന് വേണ്ടിയിട്ട് കൂടുതൽ പണം മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ബഡ്ജറ്റ് കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓർഡർ കമ്പനീസിന് ലഭിക്കും. കൂടുതൽ ഓർഡർ കമ്പനീസിന് ലഭിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം, റവന്യൂ കമ്പനീസിന് വരും. കൂടുതൽ റവന്യൂ വരുന്ന വെച്ച് കഴിഞ്ഞാൽ കമ്പനി കൂടുതൽ ഗ്രോ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ റഡാറിൽ ഈ ഡിഫൻസ് സെക്ടറും ഈ ഡിഫൻസ് സ്റ്റോക്സ് വന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി ഹാവ് സം ഡിഫൻസ് സ്റ്റോക്സ് ഇൻ ദെയർ പോർട്ട്ഫോളിയോ. ഇനി ഈ ഡിഫൻസ് കമ്പനീസ് മെയിൻലി 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഹാർഡ്വെയർ ബിൽഡേഴ്സ്, ജെറ്റ്സ്, സബ്മറൈൻസ്, ഷിപ്സ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് HAL, മസഗോൺ ഡോക്ക്, ഇതൊക്കെ. ഇനി മറ്റൊന്നാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി കമ്പനീസ്. മോഡേൺ വാർഫെയറിൽ ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വാർഫെയർ? വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് വാർ എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരാണ് അപ്പുറം ഇപ്പുറം യുദ്ധം ചെയ്യുന്നത് എല്ലാവരും. അവിടെ മിസൈൽസ്, റഡാർസ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യും. അപ്പോൾ ആ ഹോൾ സിസ്റ്റം ഓഫ് ഫൈറ്റിങ്ങിനെയാണ് വാർഫെയർ എന്ന് പറയാം. നിങ്ങളിപ്പോൾ ന്യൂസിലൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എയർ വാർഫെയർ, നേവി വാർഫെയർ, അതുപോലെ തന്നെ സൈബർ വാർഫെയർ എന്ന് കേട്ടിട്ടുണ്ടാവും. സൈബർ വാർഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു രാജ്യത്തിൻ്റെ നെറ്റ്വർക്ക്സ്, സാറ്റലൈറ്റ്സ്, കമ്പ്യൂട്ടേഴ്സ് ഇതൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ വാർഫെയറിൽ ഇലക്ട്രോണിക്സിനും ടെക്നോളജിക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫൻസ് കമ്പനീസാണ് ബെല്ല്, ഡാറ്റ പാറ്റേൺസ്, ഇതൊക്കെ. ജനറലി ഇലക്ട്രോണിക് കമ്പനീസ് കൂടുതൽ മാർജിൻസ് ക്രിയേറ്റ് ചെയ്യും. കാരണം ടെക്നോളജീസിൻ്റെ വാല്യൂ വളരെ വലുതാണ്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സപ്പോർട്ട് കമ്പനീസ്. അതായത് കോമ്പോണൻറ്റ്, അമ്യൂണിഷൻ, മെയിൻ്റെനൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബുള്ളറ്റ്, തോക്കുണ്ടായാൽ മാത്രം പോരല്ലോ, ബുള്ളറ്റ് വേണ്ടേ? അതേപോലെ മിസൈൽ ലോഞ്ചറിൽ മിസൈൽ വേണ്ടേ? അപ്പം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, ഇതിനാണ് അമ്യൂണിഷൻ എന്ന് പറയാം. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ്.
സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ്. ഇതിൻ്റെ എക്സാമ്പിളാണ് സോളാർ ഇൻഡസ്ട്രീസ്, പരാസ് ഡിഫൻസ്, ഇതൊക്കെ. ഇനി നമുക്ക് വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്മോൾ കമ്പനീനെ പറ്റി സംസാരിക്കാം. ആ കമ്പനി മറ്റൊന്നുമല്ല, ഡാറ്റ പാറ്റേൺസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഈ കമ്പനി ജെറ്റ്സ് ബിൽഡ് ചെയ്യുന്നില്ല, ഷിപ്സ് ബിൽഡ് ചെയ്യുന്നില്ല, മറിച്ച് ഈ കമ്പനി എന്താണ് ചെയ്യുന്നത്? ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇന്റലിജൻസ് ലെയർ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മെയിൻ പ്രൊഡക്ട്സ് റഡാർ ഇലക്ട്രോണിക്സ്, സാറ്റലൈറ്റ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ഏവിയോണിക്സ്, ഇതൊക്കെയാണ്. ഇന്ത്യയുടെ സെവറൽ ഡിഫൻസ് പ്രൊജക്ട്സിൽ ഇവരുടെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മെയിൻ കസ്റ്റമേഴ്സ് DRDO, HAL, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ECIL, ഇവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫൻസ് എക്കോസിസ്റ്റമിൽ ഈ കമ്പനി വലിയൊരു റോളാണ് വഹിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കമ്പനിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? നമ്പർ 1 റീസൺ ഹൈ ടെക്നോളജി നിഷയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ വാർഫെയറിൽ ഇലക്ട്രോണിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഇല്ലെങ്കിൽ ഒരു ഫൈറ്റർ ജെറ്റ് വെറും ഒരു മെറ്റലാണ്. ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യക്ഷമത കൂടുള്ളൂ. അപ്പോൾ ഡാറ്റ പാറ്റേൺ പോലുള്ള കമ്പനീസ് ആണ് ആ ഒരു ഇന്റലിജൻസ് ഈ ഡിഫൻസ് സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം ഹൈ പ്രോഫിറ്റ് മാർജിൻസ് ആണ്. ഹെവി മാനുഫാക്ചറിങ് കമ്പനീസിൽ പ്രോഫിറ്റ് മാർജിൻസ് കുറവായിരിക്കും. ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന കമ്പനീസിൽ കൂടുതൽ പ്രോഫിറ്റ് മാർജിൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇവരിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ റീസൺ ഡിഫൻസ് സ്പെൻഡിങ്ങിലുള്ള ട്രെൻഡാണ്. ഇന്ത്യ ഡിഫൻസ് സ്പെൻഡിങ് ലോങ് ടേമിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഡിഫൻസ് എക്കോസിസ്റ്റത്തിലുള്ള കമ്പനീസിനൊക്കെ ആ ഒരു ബെനിഫിറ്റ് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറേ പോസിറ്റീവ്സ് പറഞ്ഞു, പക്ഷേ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും റിസ്ക്കും ഉണ്ട്, അതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അതും കൂടി എപ്പോഴും ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ഒരു കമ്പനീൻ്റെ റിസ്ക് എന്താണ്? ഇതുപോലുള്ള കമ്പനീസിൻ്റെ റവന്യൂ മോസ്റ്റ്ലി വരുന്നത് ഗവൺമെൻറ്റിൽ നിന്നാണ്. കസ്റ്റമേഴ്സ് ഒക്കെ ഗവൺമെൻറ് കമ്പനീസാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിപ്പെൻഡൻസി റിസ്ക് ഈ കമ്പനീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇത്തരം കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഓർഡർ ബുക്ക്. എന്താണ് ഓർഡർ ബുക്ക്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു സാധനം ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ നിങ്ങൾ എനിക്ക് ഓർഡർ തരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എനിക്ക് 10 കോടിൻ്റെ ഓർഡർ തരുന്നു. അപ്പോൾ ഞാൻ സാധനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ ആ 10 കോടി എനിക്ക് കിട്ടും. അതാണ് എൻ്റെ വരുമാനം. അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിലല്ലേ എനിക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡിഫൻസ് കമ്പനീസിനൊക്കെ ഓർഡർ ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് അവരുടെ റവന്യൂ പൊട്ടൻഷ്യലാണ് കാണിച്ചിരുന്നത്. റവന്യൂ വിസിബിലിറ്റി, വരുമാനം ഉണ്ടാക്കാനുള്ള വിസിബിലിറ്റി ഇവർക്ക് ഉണ്ടോ എന്നത് നമുക്ക് ഓർഡർ ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഡാറ്റ പാറ്റേൺസിൻ്റെ ഓർഡർ ബുക്ക് നോക്കാം. ഡാറ്റ പാറ്റേൺസിൻ്റെ ഓർഡർ ബുക്ക് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആനുവൽ റിപ്പോർട്ടിൽ പോയി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ അടിച്ചാലും കിട്ടും. ഓൺലൈനിൽ ഇപ്പോൾ ജസ്റ്റ് അടിച്ചാൽ എല്ലാം നമുക്ക് ChatGPT-യിലൊക്കെ കിട്ടും. ഡാറ്റ പാറ്റേൺസിൻ്റെ ഓർഡർ ബുക്ക് നോക്കാൻ വേണ്ടി ഡാറ്റ പാറ്റേൺസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഡാറ്റ പാറ്റേൺസ് സെർച്ച് ചെയ്യാം. ഡാറ്റ പാറ്റേൺസ് കമ്പനീൻ്റെ പേജ് എത്തി. അവിടുന്ന് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആനുവൽ റിപ്പോർട്ട്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ഫിനാൻഷ്യൽ ഇയർ 2025 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ബുക്ക് ലെറ്റ്സ് സെർച്ച് ഓർഡർ ബുക്ക്. ഓക്കെ, സോ യു ക്യാൻ സീ ദ ഓർഡർ ബുക്ക് ഹിയർ. ഫിനാൻഷ്യൽ ഇയർ 25 അവരുടെ ഓർഡർ ബുക്ക് 730 കോടിയാണ്. പക്ഷേ നമ്മളിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിലാണ്. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ബുക്ക് നോക്കാം. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ PPT അടിച്ച് നോക്കാം. PPT അടിച്ചിട്ട് ഓർഡർ ബുക്ക്. സോ ലെറ്റ്സ് ഗോ ടു സി 9-month ഫിനാൻഷ്യൽ ഇയർ 26 ഓർഡർ ബുക്ക് എത്ര? 743 CR ആണ്. ഓക്കെ, ഇത് 7434 മില്യൺ ആണ്, വിച്ച് ഈസ് ഈക്വലൻ ടു 743 CR ക്രോർസ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഓർഡർ ബുക്ക്. പക്ഷേ ഇതിൽ ചെയർമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ചെയർമാൻ എന്താ പറഞ്ഞതെന്നറിയോ? ഓർഡർ ബുക്ക് ആസ് ഓൺ ഡേറ്റ് ₹1,868 CR ഇൻക്ലൂഡിങ് ഓർഡേഴ്സ് റിസീവ്ഡ് ആൻഡ് നെഗോഷിയേറ്റഡ്. അപ്പം ഇത്രയും ഓർഡർ ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഈ ഓർഡേഴ്സൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും, ഇവർക്ക് വരുമായിരിക്കും ഈ ഓർഡേഴ്സ്. ഓക്കെ, ഇത്രയും ടോട്ടൽ 1868. പക്ഷേ കാണിച്ചത് ഇപ്പോൾ 743 കോടിയാണ്. അത് ഈ ചെയർമാൻ തന്നെ ഈ PPT-യിൽ ഇപ്പോൾ ചെയർമാൻ തന്നെ ഇവിടെ പറയുന്നുണ്ട്. അതായത് അവർ ഓർഡർ ബുക്ക് സ്റ്റാൻഡ്സ് അറ്റ് ആൻ ഓൾ ടൈം ഹൈ ഓഫ് 1,868 CR, ദ ലാർജസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡാറ്റ പാറ്റേൺസ് പ്രൊവൈഡിങ് സ്ട്രോങ് റവന്യൂ വിസിബിലിറ്റി. അപ്പം ഇത് റവന്യൂ വിസിബിലിറ്റിയാണ് തരുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു കമ്പനിയെ നോക്കുന്ന സമയത്ത് ഓർഡർ ബുക്ക് റവന്യൂവിനെക്കാട്ടിലും കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലത്. 3 to 4 times ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. കാരണം എന്താ? ഇപ്പം റവന്യൂ എന്ന് പറയുന്നത് വരുമാനം. ഇപ്പം ഞാനിപ്പം ഈ വർഷം 5 കോടി വരുമാനം ഉണ്ടാക്കി. ഓക്കെ, ഈ വർഷം 5 കോടി വരുമാനം ഉണ്ടാക്കി. എനിക്ക് ഓർഡർ 10 കോടിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അടുത്ത കൊല്ലത്തേക്കുള്ള വരുമാനം ഇപ്പം അതേ 5 കോടി തന്നെയാണ് അടുത്ത കൊല്ലം ആക്കുന്നതെങ്കിൽ അതിനുള്ള ഓർഡർ എനിക്ക് ഓൾറെഡി കിട്ടിയില്ലേ? അതിനെക്കാട്ടിയും കൂടുതലുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഓർഡർ കൂടുതൽ കിട്ടിയാൽ അത്രയും റവന്യൂവിൻ്റെ പൊട്ടൻഷ്യൽ എനിക്കുണ്ട്. അപ്പം ഓർഡർ ബുക്ക് റവന്യൂവിനെക്കാട്ടിയും കൂടുതലുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ ടു സെലക്ട് എ കമ്പനി. പിന്നെ അടുത്തതാണ് റവന്യൂ.
റവന്യൂ നോക്കണം. അപ്പോൾ ഈ റവന്യൂ ഓർഡർ ബുക്കും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നോക്കണം. അപ്പോൾ ഇവരുടെ ഓർഡർ ബുക്ക് നമ്മൾ പുള്ളി പറഞ്ഞത് 1868 കോടി എല്ലാം നെഗോസിയേഷനും എല്ലാം കിട്ടിയതും എല്ലാം കൂട്ടിയിട്ടാണ്. പക്ഷെ കിട്ടിയത് നോക്കുകയാണെങ്കിൽ 743 കോടിയാണ് നമ്മളിപ്പോൾ കണ്ടു. ഇനി ഇവരുടെ റവന്യൂ നമുക്ക് നോക്കാം. സോ റവന്യൂ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, 9 months ഫിനാൻഷ്യൽ ഇയർ 26 743 ഓർഡർ ബുക്ക് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇവിടെ റവന്യൂ എന്ന് പറയുന്നത് 579 കോടിയാണ്. ഓക്കെ, 579 കോടി റവന്യൂ വന്നിട്ടുണ്ട്. 743 കോടി രൂപേൻ്റെ ഓർഡർ ഇവർക്കുണ്ട്. നേരത്തെ പറഞ്ഞ 1868 കോടി ടോട്ടൽ ആണെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. ഓർഡർ ബുക്ക് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഈ ഓർഡർ ബുക്കും റവന്യൂ തമ്മിലുള്ള ബന്ധം നോക്കണം. മനസ്സിലായില്ലേ? ഇനി റവന്യൂ നോക്കുന്ന സമയത്ത് റവന്യൂ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കണം. എല്ലാ വർഷവും അവരുടെ വരുമാനം കൂടുന്നുണ്ടോ? ദാറ്റ് ഈസ് എ പോസിറ്റീവ് സൈൻ, റൈറ്റ്? വരുമാനം കുറയുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. ഇനി അടുത്തത് എന്താണ് നോക്കേണ്ടത്? പ്രോഫിറ്റ് മാർജിൻ ചെക്ക് ചെയ്യണം. എന്താണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ? നെറ്റ് പ്രോഫിറ്റ് അല്ല നമ്മൾ നോക്കേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് മാർജിനാണ്. അതായത് പേഴ്സൻറ്റേജ് ആണ് നമ്മൾ നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഇവിടെ മാർജിൻസ് പേഴ്സൻറ്റേജിൻ്റെ അണ്ടറിൽ NPM എന്നത് കാണാം. അതാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. ഓക്കെ, നെറ്റ് പ്രോഫിറ്റിനെക്കാളും ഇമ്പോർട്ടൻസ് ആണ് ഈ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. അതായത് ഈ പേഴ്സൻറ്റേജ് വാല്യൂ നോക്കണം. എന്തുകൊണ്ടാണ് പേഴ്സൻറ്റേജ് നോക്കണം എന്ന് പറയുന്നത്? പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ 100 രൂപ കിട്ടി, നിങ്ങൾ 20 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇനി നിങ്ങൾക്ക് 200 രൂപ കിട്ടി, നിങ്ങൾ 30 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഏതിനാണ് എഫിഷ്യൻസി കൂടുതൽ? 100 രൂപ കിട്ടി 20 രൂപ ആക്കുന്നതിനാണോ എഫിഷ്യൻസി കൂടുതൽ? അതോ 200 രൂപ കിട്ടിയിട്ട് 30 രൂപ ആക്കുന്നതിനാണോ എഫിഷ്യൻസി? ഡെഫിനറ്റ്ലി 100 രൂപ കിട്ടിയിട്ട് 20 രൂപ ആക്കുന്നതാണ്, അല്ലേ? അപ്പം അത് അറിയാനാണ് പേഴ്സൻറ്റേജ് നോക്കണം എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനും കൂടി നോക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അവരുടെ ഓപ്പറേഷനിലൂടെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതായത് എബിഡ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കമ്പനീസിൻ്റെ P&L സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പം ഈ നെറ്റ് പ്രോഫിറ്റ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനേക്കാളും കൂടുതലായിരിക്കും. അതിലൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിൽ ഈ 1 ടൈം ഇവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ആഡ് ആവും. അത് നിങ്ങൾക്ക് നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്താ ഇവിടെ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓപ്പറേഷനിൽ നിന്നുള്ള പ്രോഫിറ്റാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അതാണ് എബിഡ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ ആ എബിഡയും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ യൂഷ്വലി ഒരു കമ്പനി റവന്യൂ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതാണ് ആ കമ്പനീൻ്റെ എഫിഷ്യൻസി കാണിച്ചിരുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ കമ്പനീസിൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഡാറ്റാ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ അവരുടെ മെജോറിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ് ഇന്ത്യൻ ഗവൺമെൻറ് ഡിഫൻസ് കമ്പനീസ് തന്നെയാണ്. എക്സ്പോർട്സും അവർക്ക് ഉണ്ട്. അതൊരു ചെറിയൊരു പെർസെൻറ്റേജ് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് കസ്റ്റമേഴ്സ് നോക്കുന്നത്? കുറച്ച് ഡൈവേഴ്സിഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു കമ്പനി മാത്രം ഓർഡേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഡിപ്പെൻഡൻസി കൂടും. അപ്പോൾ ആ കമ്പനി തീരുമാനിക്കുകയാണ് അടുത്ത വർഷം ഇവർ വേണ്ട, ഇവർ പോരാ, നമുക്ക് വേറൊരു കമ്പനിക്ക് ഓർഡർ കൊടുക്കാന്ന് പറഞ്ഞാൽ തീർന്നു, ഇവരുടെ ബിസിനസ് തീരും. അപ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം. റേഷ്യോസ് ചെക്ക് ചെയ്യണം, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒക്കെ ചെക്ക് ചെയ്യണം. കാരണം ഈ ഡിഫൻസ് കമ്പനീസിന് ഡെറ്റ് കൂടുതലുള്ളത് ശരിക്കും നല്ലതല്ല. കാരണം ഒരു പ്രൊജക്റ്റ് തീരാൻ കുറേ സമയം എടുക്കും. ഓർഡർ കിട്ടി, ഒരു പ്രൊജക്റ്റ് തീർത്തിട്ട് അത് കൊടുത്താലല്ലേ അവരുടെ വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർക്ക് ആ കടം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ആ കമ്പനി പോകും. അപ്പം ഇത്തരം കമ്പനീസിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കുറവുള്ള കമ്പനീസ് ആണ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ ബേസിക്കായിട്ട് ചെക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ഡാറ്റാ പാറ്റേൺസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി എടുത്ത വീഡിയോ ആണ്. നിങ്ങളുടെ ഓൺ റിസർച്ചിലൂടെ നിങ്ങൾ ഡിസിഷൻ എടുക്കുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, പലരും പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്സിൻ്റെ പുറകെ പോകുന്ന സമയത്ത് സംടൈംസ് റിയൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ചെറിയ കമ്പനീസിലായിരിക്കും. എസ്പെഷ്യലി മോഡേൺ വാർഫെയറിൽ ടെക്നോളജി ബിൽഡ് ചെയ്യുന്ന കമ്പനീസിൽ. ബിക്കോസ് ടെക്നോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫൻസ് സെക്ടറിലെ ടൈപ്സ് ഓഫ് കമ്പനീസ് മനസ്സിലായി. അതിൽ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടെന്ന് മനസ്സിലായി. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം നിങ്ങൾക്ക് മനസ്സിലായി. ഓർഡർ ബുക്കും റവന്യൂ ഒക്കെ നോക്കണം എന്ന് മനസ്സിലായി. റവന്യൂ കൂടണം, പ്രോഫിറ്റ് മാർജിൻ കൂടണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.